എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8304928062 എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണെന്ന്. ആദ്യത്തെ വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളത്തേക്കാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് യുവാക്കളെ ആവശ്യമുണ്ട്. ഒരു വെഹിക്കിൾ ഷോറൂമിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട്. +2 അല്ലെങ്കിൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. സാലറിയോടൊപ്പം തന്നെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലേക്കാണ്. അക്കൗണ്ടൻ്റായിട്ട് BCom ക്വാളിഫിക്കേഷനുള്ള മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു യുവാവിനെ ആവശ്യമുണ്ട്. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5:30 വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസിയും വളാഞ്ചേരിയിലേക്കാണ്. ഒരു ഷോപ്പിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഒരു യുവാവിനെയാണ് ആവശ്യം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല. 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നിലമ്പൂരിലേക്കാണ്. ഓഫീസ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് ആവശ്യം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. സാലറി 13,000 രൂപ വരെയായിരിക്കും ഉണ്ടാവുക. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിലേക്ക് വെയർഹൗസ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് യുവാക്കളെ ആവശ്യമുണ്ട്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ മാത്രമേ ഈ 4 പോസ്റ്റുകളിലേക്കും പരിഗണിക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് ആവശ്യമില്ല. എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. മികച്ച സാലറി ഉണ്ടായിരിക്കും. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം ഇടപ്പള്ളിയിലേക്കാണ്. ടെലി അഡ്വൈസറായിട്ട് 10 പേരെ ആവശ്യമുണ്ട്. ഇൻഷുറൻസ് ആൻഡ് ലോൺ കൺസൾട്ടൻസിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും. ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് ഹയർ സെക്കൻഡറിയാണ്. മീൻസ് +2 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത്. സാലറിയോടൊപ്പം തന്നെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ്. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിയിലേക്കാണ്. അക്കൗണ്ടൻ്റായിട്ടും സെയിൽസ് സ്റ്റാഫായിട്ടും വേക്കൻസികളുണ്ട്. അക്കൗണ്ടൻ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. സെയിൽസ് സ്റ്റാഫായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. മികച്ച സാലറി ഉണ്ടായിരിക്കും. രാവിലെ 11 മണി മുതൽ രാത്രി 8:30 വരെ ആയിരിക്കും വർക്ക് ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിലേക്ക് സെയിൽസ്മാനായിട്ട് വേക്കൻസി ഉണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫുഡ്വെയർ ഷോപ്പിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. 13,000 രൂപ മുതൽ 18,000 രൂപ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക. നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ, അതായത് നിലമ്പൂർ ടൗണിൽ നിന്നും ഒരു 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. സാലറിക്ക് അനുസരിച്ചായിരിക്കും സാലറി ഉണ്ടാവുക. എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും സാലറി ഉണ്ടാവുക. 13,000 രൂപ മുതൽ 18,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണ കോട്ടക്കൽ ഭാഗങ്ങളിലേക്കാണ്. അസിസ്റ്റൻറ്റ് HR മാനേജർ, ബില്ലിംഗ് ആൻഡ് പാക്കിംഗ്, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്, ഗോഡൗൺ ഹെൽപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട്. അസിസ്റ്റൻറ്റ് HR മാനേജർ പോസ്റ്റിലേക്ക് യുവാക്കളെയാണ് ആവശ്യം. ഡിഗ്രി അല്ലെങ്കിൽ അതിന് മുകളിൽ ക്വാളിഫിക്കേഷനുള്ള മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം. 18,000 രൂപ മുതൽ 25,000 രൂപ വരെ ആയിരിക്കും സാലറി ഉണ്ടാവുക. ബില്ലിംഗ് ആൻഡ് പാക്കിംഗ് സ്റ്റാഫായിട്ട് യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. +2 ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം. ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും. 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഗോഡൗൺ ഹെൽപ്പർ പോസ്റ്റിലേക്ക് ഈ പുരുഷന്മാരെയാണ് പരിഗണിക്കുന്നത്. SSLC ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും. 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. എല്ലാ പോസ്റ്റുകളിലേക്കും തന്നെ സാലറിക്ക് പുറമെ ESI, PF, ബോണസ് എന്നിവയും ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്.